എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സ്ത്രീയ സഹോദരങ്ങളെ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 1 യോഹന്നാൻ 3:16 അവന്ന് വായിച്ച 3:16, 1 യോഹന്നാൻ 3:16 വായിച്ചേ. വിഷയ വിഭജനങ്ങളിലേക്കൊക്കെ വരിക. പല മേഖലയിലൂടെയാണ് ലേഖനം സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചു പോകുന്നത്. ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് അത് പോകുന്നത്. വിവിധ ഉപദേശങ്ങളിലൂടെ നമ്മളെ കർത്താവ് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുക. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്നതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി ആ നല്ല ചേലായി സഹോദരനെ കൊന്നു പിടിക്കാൻ നടക്കുന്ന സഹോദരന്മാരായിരുന്നു. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കണം. ഒരു ചെറിയ കയ്യനക്കി സഹായിക്കാൻ സഹോദരന്മാർക്ക് പറ്റത്തില്ല. ഇന്ന് 10 പൈസ ഉണ്ടെങ്കിലും അറുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത സഹോദരന്മാരായിരുന്നു. എനിക്ക് എത്ര എണ്ണത്തിന് അറിയാം, എനിക്കറിയാം. ഒരു കൂട്ടുസഹോദരൻ ഒരു ആവശ്യം വരുമ്പോൾ ഒരു 5 പൈസ കൈയളച്ചു കൊടുക്കാൻ കഴിയാത്ത എത്ര പേര് എനിക്കുണ്ട്. ഇവർക്ക് വിശ്വാസികളാണെന്ന് പറഞ്ഞ് നടക്കുക. ഇട്ടുമൂടാനുള്ള പണം അവർക്കുണ്ട്. ഞാൻ സാധാരണ പറയുന്ന പോലെ 100 തലമുറയ്ക്ക് തിന്നാനുള്ള പണം സ്വരൂപിച്ച് വെച്ച പെന്തക്കോസുകാരെ എനിക്കറിയാം. ഒരു സഹോദരന്റെ കഷ്ടതയിൽ ഒരു കൈ അനച്ച് 5 പൈസ അവർ കൊടുക്കത്തില്ല. ഇവിടെ എന്താ ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. നമുക്ക് വേണ്ടി കർത്താവ് സ്നേഹം തന്നതുപോലെ നാമും സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കണ്ട. ഒരു ചെറിയൊരു കൈത്താങ് കൊടുത്താൽ മതി. പ്രാണനെ വെച്ചു കൊടുക്കാൻ നടക്കുന്നത് അല്ല കഥ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതിൻ്റെ സാരാംശം മനസ്സിലാക്കുക. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. ഇന്നത്തെ വിശ്വാസത്തിൻ്റെ യാതൊരു മൂല്യവുമില്ല, യാതൊരു ഗുണഗണങ്ങളുമില്ല. ചുമ്മാ വിശ്വാസിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഞാൻ സാധാരണ പറയാറുള്ളത്, വിശ്വാസിയാണെന്നും പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി നെറ്റിയിൽ ഒട്ടിക്കുക, എന്നാലേ വിശ്വാസിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? സ്വഭാവം കൊണ്ട് രീതി കൊണ്ട് വിശ്വാസിയൊന്നും അറിയാൻ പറ്റുന്നില്ല. ഞാൻ ആരെയും പിണങ്ങുകയും ഒക്കെ ഒന്നും ചെയ്യുന്നതല്ല. ഞാനൊരു കർത്താവിൻ്റെ ദാസനല്ലേ. ഞാൻ അതുകൊണ്ടൊരു ചെറിയ ചെറിയ ശാസനകൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ദൈവത്തെ പരീക്ഷിക്കുന്ന ജനം. അപ്പം ദൈവം എന്താ പറഞ്ഞത്? അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്തത് കണ്ടോ? എസ്കേൽ പ്രവചനം 20-ാം അധ്യായം ഞാൻ അടുത്ത് വായിച്ചു തരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു മെസ്സേജായിട്ടത് ശക്തിയോടെ പറഞ്ഞെന്ന ചിന്ത. എത്ര പേരത് കേട്ടു, അത് പഠിച്ചു, അത് ഗ്രഹിച്ചു എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പ്രസംഗം നിങ്ങളുടെ ഫോണുകളിലൊക്കെ വരുന്നുണ്ട്. അത് കേട്ട് പഠിച്ച് അതിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രസംഗങ്ങൾ ഞാൻ തന്നെ കേട്ട് പഠിക്കുക. കാരണം എനിക്ക് അനുസരിച്ച് ജീവിക്കണ്ടേ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഇതനുസരിച്ച് ഞാനും ജീവിക്കണം. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ തന്നെ കേൾക്കും. ഒരാൾ പറഞ്ഞേക്ക് ഇത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തൊരു കഷ്ടമാണ്. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം ഞാൻ വായിക്കുന്നു. അതിൻ്റെ 5-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിൻ്റെ സന്തതിയോട് ഞാൻ സത്യം ചെയ്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നെന്ത് ചെയ്തു? സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്ത കാര്യമൊക്കെ എബ്രായനത്തിൽ സത്യം ചെയ്ത കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ലിങ്ക് ചെയ്ത് പഠിക്കുന്നത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തു, ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് സത്യം ചെയ്തു. 3-ാമതോ, ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. 3 സത്യം ചെയ്യല്. ദൈവം തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ മിസ്രയീമിൽ നിങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമെന്ന് 3 നിലയിൽ ദൈവം സത്യം ചെയ്തു. അങ്ങനെ സത്യം ചെയ്തത് ദൈവം തിരുത്തി എന്നാണ് യെഹെസ്കേൽ പഠിപ്പിക്കുന്നത്. എന്താ കാര്യം? അവരുടെ ഹൃദയം
20:15 വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നു. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം എല്ലാവരും വായിച്ച് പഠിച്ചോണേ. അതിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവിടെ ഹൃദയം എന്ത് ചെയ്തു? വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നു. എൻ്റെ പ്രമാണങ്ങളെ അവർ അനുസരിച്ചില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? തിരിച്ചു സത്യം ചെയ്തു. എന്ത് ചെയ്തു? ഞാൻ അവരെ മിസ്രയീം ദേശത്ത് കൊണ്ടുവരികയായിരുന്നു, മരുഭൂമിയിൽ ചേർന്ന് സത്യം ചെയ്തു. ഞാൻ അവരെ കൊണ്ടുവരികയില്ല എന്ന് മരുഭൂമിയിൽ വെച്ച് അവരെ കൈയുയർത്തി സത്യം ചെയ്തു. കൊണ്ടുവരികയെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന് വഴി വെച്ചെല്ലാം പോയില്ലേ? വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചാലല്ലേ കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാതെ മുഴുവൻ ചത്തൊടുക്കിയെന്നല്ലേ പറയുന്നത് ഈ 3-ാം അധ്യായം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്നല്ലേ, മരുഭൂമിയിൽ വീണുപോയി എന്ന് സ്തോത്രം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോകുന്ന എബ്രായലേഖനം 3-ാം അധ്യായം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ പട്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ പട്ടുപോയി, മരുഭൂമിയിൽ വീണുപോയി എന്ന് പൗലോസ് തന്നെ പഠിപ്പിക്കുക. എന്താ കാര്യം? അവർ വിഗ്രഹാരാധികളായി. അവർ ദൈവപ്രമാണം ലംഘിച്ചു. ഇസ്രായേൽ പ്രമാണം ലംഘിച്ചു, അവർ നശിച്ചു പോയി. അതുപോലെ പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ പ്രമാണം ലംഘിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളും നശിച്ചു പോകാനാ സാധ്യത. അതാണ് എൻ്റെ ചിന്ത, അതാണ് എൻ്റെ വിഷയം, അതാണ് എൻ്റെ പ്രസംഗ വിഷയം. ഇസ്രായേൽ മക്കൾ നശിച്ച് നാമാവിശേഷമായി പോലെ പുതിയ നിയമസഭ നമ്മൾ നശിച്ചു പോകരുത്. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നരകത്തിൽ പോകരുത്, ആരും നശിച്ചു പോകരുത്. നമ്മൾ നിത്യതയിൽ പോകണം. അപ്പോഴാണ് ഒരു പാസ് പറയുന്നത് ഈ പ്രസംഗങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. എങ്ങനെയുണ്ട്? ഏത് ആത്മാവാ പുള്ളിയിലപ്പോൾ? ഞാൻ പറഞ്ഞ പാസ്, ഞാൻ പുള്ളിയുടെ നമ്പർ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ വാട്സപ്പിൻ്റെ കണക്ഷൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പുള്ളി ഇത് കേട്ടിട്ട് ക്രിറ്റിസൈസ് ഇല്ല. എന്നെ തിരുത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് വചനത്തിലൂടെ, സ്നേഹത്തിൻ്റെ ആത്മാവ്. പരിഹസിക്കുകയും നിന്ദിക്കുകയല്ല. ഇതിനിടയ്ക്ക് ഞാനത് പറഞ്ഞു പോയത് എന്നെ വളരെ വേദനിപ്പിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അതുപോലെ ഞാൻ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ തികഞ്ഞവനല്ല, തികയാൻ ഓടുന്നവനാ. ഞാൻ അറിവുള്ളവനല്ല, അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവനാ. ഞാനൊന്നും പഠിച്ചു തീർന്നിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവനാ. ആ സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ഞാൻ മരിക്കും. ഇതെവിടെ? അതേ കേരളക്കരയിലൊരു മഹാനടൻ മരിച്ചു. ജനം വന്നിടന്ന് മുതലക്കണ്ണീരൊഴുക്കുന്നു. ആ ഡെഡ് ബോഡിയെ കണ്ടിട്ട് കൈകൂപ്പുന്നു. ഓ, എന്ത് സങ്കടകരമായൊരവസ്ഥ. എല്ലാറ്റിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ അച്ഛൻ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളാണ്. കാരണം മറ്റുള്ളവരങ്ങനെയല്ല. മോറൽ വീക്ക്നെസ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം ആയ ഫീൽഡിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു. നമ്മളതിനെ ഓശാന പാടുകയല്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിശ്വസ്തനാണോ? അല്ല. ഗവൺമെന്റ് ജീവനക്കാർ വിശ്വസ്തരാണോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന വിശ്വസ്തരാണോ? അല്ല. എന്നാൽ അവരിലുള്ള ദൈവമക്കളൊക്കെ കുറേയേറെ വിശ്വാസം പുലർത്തുന്നവരാണ്. അപ്പൊ എല്ലാ സമൂഹങ്ങളിലും എല്ലാ തുറകളിലും വിശ്വസ്തന്മാരുണ്ട്. ന്യൂനപക്ഷമേ ഉള്ളൂ. മാഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല, ചെറിയൊരു ശതമാനം. അതിനാ പുതിയ നിയമം പറയുന്ന ഒരു ശേഷിപ്പ് എക്കാലത്തും ഉണ്ട്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിൽ ഒരു ശേഷിപ്പ് 2 പേര്, ഒരു ഇളം തലമുറയും. നോഹയുടെ കാലത്ത് കൃപയാൽ 8 പേര്, ഒരു ചെറിയ ശേഷിപ്പ്. വിളിക്കപ്പെട്ടു അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു ചുരുക്കമെന്ന വേദപുസ്തകം. ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ഒരു ചുരുങ്ങിയ ശതമാനം മാത്രമേ നിത്യതയിൽ പോകത്തുള്ളൂ. അതാരാന്ന് നമുക്കറിയത്തില്ല. അവിടെ നമ്മൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണമെന്ന ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, ഞാൻ പാലും തേനും ഒഴുകുന്ന സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന ദേശത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്തു. ആ സത്യം ചെയ്തതിന് എന്ത് ചെയ്തു? പ്രമാണം ലംഘിച്ച് വിഗ്രഹാരാധികളായി. എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശനം ചെയ്യിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾ പദ്ധതിയിട്ട് കടിഞ്ഞൂലുകളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. എൻ്റെ മക്കളെ അവർ തീയിലിട്ട് കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. ജാതികൾ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്ന പൈശാചികമായ രീതികൾ ഇസ്രായേൽ മക്കൾ അവലംബിച്ചപ്പോൾ ദൈവം ആദ്യം കൈ ഉയർത്തി സത്യം ചെയ്തത്, ദൈവം തിരുത്തി പറഞ്ഞു, ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു,
ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല, വഴിയിൽ വെച്ച് തകർത്ത് കളയും സത്യം. അതുപോലെ സംഭവിച്ചില്ലേ ദൈവമക്കളെ? അവസാനത്തെ 24 വാക്യത്തിൽ ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ച് കളയുമെന്ന് മരുഭൂമി വിളിച്ച് ഞാൻ അവരോട് കത്ത് സത്യം ചെയ്തു. അപ്പൊ ഇതൊക്കെ ഈ പാപമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളിൽ ചിതറിച്ച് കളയും. നമ്മുടെ തൃശ്ശൂരും വന്ന് വീടില്ലേ കുറെ പേര്, മാളയിലൊക്കെ, കോട്ടൂച്ചിയില് യഹൂദന്മാര്. ദൈവം ചിതറിച്ചതാ. ദൈവം സത്യം ചെയ്ത് നിവർത്തിച്ചതാണ് മട്ടാഞ്ചേരിയിലും മാളയിലൊക്കെ വന്ന് അവർ വീഴാൻ കാരണം. 160 രാഷ്ട്രങ്ങളിൽ അവർ വീണു. 160 രാഷ്ട്രങ്ങളിലും ഘോരമായ പീഡയാണ് ഇസ്രായേൽ മക്കൾ അനുഭവിച്ചത്. എന്തുകൊണ്ട്? അവർക്ക് കിട്ടിയ ഒരു പ്രമാണം അവർ അനുസരിച്ചില്ല. അതുപോലെ പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലന്മാർ മുഖാന്തരം കിട്ടിയിരിക്കുന്ന അപ്പോസ്തല ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യോപദേശം അനുസരിച്ചില്ലെങ്കിൽ നമ്മളും ഈ മരുഭൂമിയിൽ പട്ടുപോകും. അർത്ഥം, സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ പോയി വീഴും. അതുകൊണ്ട് ബി കെയർഫുൾ, സൂക്ഷിക്കുക. അതാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗരാജ്യം, നിത്യരാജ്യം പ്രാപിക്കാനുള്ള ഉപദേശമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വളരെ അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവവേദത്തിലൂടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും സ്വർഗരാജ്യം പ്രാപിക്കാൻ ആർക്കും പറ്റില്ല. പ്രമാണം ലഭിച്ചവർ പ്രമാണം അനുസരിച്ചേ പറ്റൂ. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിലനിൽക്കാതെ അതിൽ വിട്ടുപോയാൽ നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇത് പറയാൻ. ഇത് പറഞ്ഞല്ലേ എനിക്ക് തീരൂ. നമ്മുടെ നാടിനെ രക്ഷിച്ചെടുക്കാൻ ആർക്കാ കഴിയുക? ഉപ്പ് പോലെ രുചിക്കുന്ന, വെളിച്ചം പോലെ പ്രകാശിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ഈ ദേശത്ത് വരുന്ന ആ കലാപങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, ദൈവസന്നിധിയിൽ നിന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവരുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ ദേശത്ത് വരുത്തുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് അനുദപിക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അനുദപിച്ച് അത് മാറ്റിക്കളയും. ഇല്ലെങ്കിലോ നമ്മുടെ മണ്ടയിൽ വന്ന് വീഴും ചിലപ്പോൾ. അതൊക്കെ ഈ ഐസ് കെട്ട് വീഴുന്നൊരു പ്രതിഭാസം ഞാൻ ഇതിൽ കൂടി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു വലിയ ഗോളം, ഒരു 500 ഫുട്ബോളിൻ്റെ വലിപ്പത്തിലുള്ള ഐസ് ഗോളങ്ങളാണ് വന്ന് വീഴുന്നത്. കെട്ടിടത്തിൻ്റെ മുകളിലും വണ്ടിയുടെ മുകളിലൊക്കെ വീണു കഴിഞ്ഞാൽ എന്തിനു കൊള്ളാം? പിന്നെ നമ്മൾ കെട്ടിടം പൊട്ടിപ്പോകത്തില്ലേ? വണ്ടിയൊക്കെ ചമ്മന്തി പോലെ ആകത്തില്ലേ? ഒരു വ്യക്തിയുടെ തലയിൽ വീണാൽ അവൻ ചമ്മന്തിക്ക് പരുവാവൂലേ? ദൈവം തൻ്റെ കോപത്തിൻ്റെ കരം നീട്ടാൻ പോവുക, അടി നടത്താൻ പോവാണ് ഇവിടെ. ദൈവസഭ മാറ്റപ്പെടുന്ന മുമ്പ് ഒരു ശുദ്ധീകലശമുണ്ട് ഇവിടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല, ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം ശ്രദ്ധയോടെ വായിച്ചു പഠിച്ചു കഴിയുമ്പോൾ ദൈവം എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്ത ചരിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ ആർക്കും ഉണ്ടാകരുത്. ഈ വിശ്വാസം എന്നുള്ളത് 2 നിലയിൽ നമുക്ക് പഠിക്കാം. യൂദയുടെ ലേഖനം, ഞാനതൊരു ക്ലാസ്സായിട്ട് എടുക്കുന്നുണ്ട്. യൂദയുടെ ലേഖനം 3-ാം വാക്യം. യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ യൂദ പഠിപ്പിക്കുന്നത് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദാ 3-ാം വാക്യം. ഈ ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്നുള്ളത് വിശ്വാസ പ്രമാണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിക്കും, വിശ്വാസ പ്രമാണം. അപ്പം നമുക്കുള്ള വിശ്വാസമോ? പറയാം, റോമാലേഖനം 12-ാം അധ്യായം എടുക്കാം. നമുക്ക് ഓരോരുത്തർക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ തരംതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുഴച്ച് അവസാനം അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത അവസ്ഥയാവും. ഇപ്പം അങ്ങനെ കിടക്കുക. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാ. റോമർ 12-ന്റെ 3-ാം വാക്യം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ
ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തോടും പറയുന്നു. അവനവനിൽ ലഭിച്ച വിശ്വാസം, നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസം, രക്തസ്രാവക്കാരിക്ക് കർത്താവിനോടുള്ള വിശ്വാസം വലുതായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കൽ പോയി തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ശതാധിപൻ്റെ വിശ്വാസം വലുതായിരുന്നു. നീ എൻ്റെ പുറയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് പാട്ടുപാടി പുട്ടടിച്ചുകൊണ്ടിരിക്കുക. പാട്ടുപാടി സംഗീതം ചെയ്ത് അത് വിറ്റ് നിന്നുകൊണ്ടിരിക്കുക. നല്ല കാര്യം, അതൊക്കെ ചെയ്തോ. അപ്പം വരുമാനം ഇല്ലാത്തവർക്കൊക്കെ എന്താ ചെയ്യാനാ? എന്തെങ്കിലും ചെയ്ത് കാശുണ്ടാക്കണ്ടേ? വേർത്താൽ കാശുണ്ടാവും, വേർക്കാൻ മനസ്സില്ല. പിന്നെ നീ അധ്വാനിച്ചാൽ കാശുണ്ടാവും, അധ്വാനിക്കാൻ മനസ്സില്ല. ഞങ്ങളൊക്കെ അധ്വാനിച്ച് ജീവിച്ചവരാ. അതുകൊണ്ടാണ് ഈ പറയുന്നത്, എല്ലാവരും അധ്വാനിക്കണം. കർത്താവ് ആദാമിനോട് പറഞ്ഞു, നീ വേർപ്പോടെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവൻ മാത്രമല്ല, അവൻ്റെ തലമുറകൾ മുഴുവൻ, ആദാമ്യ സന്തതികളായ ലോകത്ത് കിടക്കുന്ന മനുഷ്യൻ മുഴുവൻ അധ്വാനിക്കണം, വേർക്കണം. അപ്പോൾ പണം ഉണ്ടാവും. ചുമ്മാ ഒന്നും കിട്ടത്തില്ല. വല്ലവരുടെയും പഠിച്ചുകൊണ്ടിരുന്നാലൊന്നും ഒരു കടിയും നടക്കത്തില്ല. അപ്പം ചവറും പറഞ്ഞിങ്ങനെ നടക്കാമെന്നേ ഉള്ളൂ. നശിച്ചു പോകും അവസാനം. അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയാൽ അവനവന് നിന്റെ അധ്വാന ഫലം നീ തിന്നുമെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകക്കാർ ചെയ്യുന്നതും ലോകക്കാർ പറയുന്നതും ലോകക്കാരുടെ അണിഞ്ഞൊരുങ്ങലും ലോകക്കാരുടെ വേഷവിധാനങ്ങളും ലോകക്കാരുടെ വേഷഭൂഷാദികളും മേക്കപ്പുകളൊന്നും നമുക്ക് വേണ്ട. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവരെണ്ണപ്പെടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. സർവ്വമാരെ ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളുണ്ടാകും. അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയമാണ്. വചനം അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാനെന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. പാപത്തിന്റെ ചതിയാൽ എങ്ങനെ ഹൃദയം കഠിനപ്പെടും? പാപം ചെയ്തുകൊണ്ടിരുന്ന ഹൃദയം കഠിനപ്പെടും. കഠിനപ്പെട്ടാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. കല്ലായ ഹൃദയമായിട്ട് തണ്ടാൻ്റെ കാല് തഴമ്പ് പിടിച്ചതുപോലെ തഴമ്പ് വരും, ഹൃദയത്തിന് തഴമ്പ് വരും. അപകടമാണത്. ഹൃദയം എപ്പോഴും ദൈവത്തിൽ പകർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കണം. നിറയപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു കേട്ടോ. പരിശുദ്ധാത്മാവിലുള്ള ഒരു നവീകരണം എപ്പോഴും നമുക്കുണ്ടായിരിക്കും. ഒരു പുതുക്കം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ജീവൻ പുതുക്കത്തിൽ വേണം നമ്മൾ നടക്കാൻ. ഹല്ലേലൂയ. ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട്. ദൈവസഭ എന്ന് പറഞ്ഞാൽ അന്യോന്യം പ്രബോധിപ്പിക്കുക, തമ്മിൽ പ്രബോധിപ്പിക്കുക. ഈ പ്രബോധിപ്പിക്കാൻ പ്രാപ്തന്മാരായവരെ പ്രബോധിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാത്തവർ പ്രബോധിപ്പിച്ചാൽ അപകടമാണ്. ഞാനത് മനസ്സിലാക്കിയത്, ഒരു സമർത്ഥനായ ഒരു ഡോക്ടറിൻ്റെ കൂടെ ഒരു 4-5 സ്റ്റുഡൻസ് കാണും. അവരുടെ കഴുത്തിലും കാണുന്ന ടെലസ്കോപ്പ് കാണുമല്ലോ, ഒരു പേനയൊക്കെ കാണും, ടൈം വേണമെങ്കിൽ കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ അവരാരും ഡോക്ടറൊന്നുമല്ല. ഡോക്ടറിൻ്റെ ട്രെയിനിങ് പഠിക്കുകയാണ്. ഡോക്ടറിന് വേണ്ടിയുള്ള 3-4 വർഷത്തെ തിയറിയൊക്കെ പഠിച്ചതിന് ശേഷം, സർക്കുലർ സ്റ്റഡി നടത്തിയതിന് ശേഷം തിയറിക്കലായിട്ട് കൂടെ നിന്ന് ഡോക്ടർമാരോട് പഠിക്കും. അപ്പം നമ്മൾ ഈ പുതുതായിട്ട് ചില രോഗികളൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊക്കെ ഈ കഴുത്തിൽ ഈ കുഴലിട്ടിട്ടൊക്കെ വന്ന് കാണുമ്പോൾ നമ്മളെ കന്ദിച്ചു പോയോ ഡോക്ടർ വരുന്നത്. ഇവ പഠിക്കുന്നവനാ, പുതിയ ശിഷ്യൻ അരുതെന്നാ വേദോസം പഠിപ്പിക്കുന്നത്. പുതിയ ശിഷ്യന്മാർ പ്രസംഗിക്കേണ്ട, അവർ ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് പഠിക്കുക. കീഴ്പ്പെട്ട് പഠിച്ചു കഴിയുമ്പോൾ ആ ഗുരു അവരെ പ്രാർത്ഥിച്ചാക്കുന്ന ഒരവസ്ഥയുണ്ട്. വളരെ താഴ്മയോടെ, വിനയത്തോടെ, ദൈവസ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വർഷങ്ങളോളം കൂടെ നിന്ന് പഠിക്കുകയും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച ഒരവസ്ഥ എനിക്ക് കിട്ടാൻ
സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരു ഭാഗ്യകരമായ അവസ്ഥ. അതിന് ദൈവം ഉപയോഗിച്ചത് ഫാസ്റ്റർ CC ജോർജ് ചവണിക്കാമണ്ണിൽ. ആ ഗുരുവിൽ നിന്ന് കേട്ട കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളുമാണ് ഞാൻ വചനത്തിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീണ്ട 25 വർഷം അങ്ങനെ ഒരു ഗുരു എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ചുമ്മാ പാട്ടും പാടി തുള്ളിച്ചാടി ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ വെപ്പിനെ ഊതാൻ നേരത്ത് വീണിട്ടൊന്നുമില്ല. അത് വേറെ കാര്യം. ഊതിയിടലും ഉന്തിയിടലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും വചനവസ്തുട്ടുള്ള ഒരു വെളിവുകെട്ട പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല. നാളെ ഒരുത്തം പ്രസംഗിച്ച് കസേരയിരുന്ന് പ്രസംഗിക്കുക, ഉച്ചയും എഴുന്നേറ്റ് നിന്നങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. കസേരയെടുത്ത് തോളി വയ്ക്കാൻ തുടങ്ങി, കസേരയെടുത്ത് തലയിൽ വയ്ക്കാൻ തുടങ്ങി, എടുത്ത് നിലത്ത് കിടന്ന് ഉരുണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. കേട്ടോണ്ടിരുന്ന പമ്പര വിഡ്ഢികൾ വിചാരിച്ച് ഇതെല്ലാം ആത്മാവിലാണെന്ന്. ദുഷ്ട പിശാചിനാലാണ് ഈ പ്രസംഗം മുഴുവൻ പോയത്. ആരും അറിഞ്ഞില്ല. ആ പുള്ളി ഇപ്പം മാനസാന്തരപ്പെട്ട് വരുന്നെന്ന് ഇങ്ങനെ കേൾക്കുന്നു. വെട്ടുമല ബാബു ജോൺ വെട്ടുമല പാസ്റ്ററിൻ്റെ കൂടെ അദ്ദേഹം വചനം പഠിക്കാനായിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കണ്ടപ്പോൾ മനസ്സിലായി നന്നാകാനൊരു സാധ്യത ദൈവം കൊടുക്കുക. ഈ ദുരുപദേഷ്ടകന്മാരുടെ കൂടെ പോയി നശിച്ചു പോയ ഒത്തിരി പേരെ എനിക്കറിയാം. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുടെ കൂടെ പോയി അവർ പറയുന്ന ഫേക്കായിട്ടുള്ള വചനം കേട്ട് നശിച്ച് നാമാവിശേഷമായ അനേകരെ എനിക്കറിയാം. അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴും അവർ സാത്താൻ്റെ പിടിയിൽ അമർന്നു കിടക്കുക. അത് ആ ദീനരോധനം കണ്ടുകൊണ്ട് ഞാൻ പറയുക, കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുടെ അടുക്കൽ പോകരുതേ. ദൈവത്തെ ഓർത്ത് പോകരുതേ. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യത നഷ്ടമാകുമേ. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുമേ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കണം. എന്ത് പ്രബോധിപ്പിക്കണം? ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല മനസ്സിലും ഉണ്ടെങ്കിൽ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ ആ പ്രബോധനമാണ് നമുക്ക് വേണ്ടത്. തമ്മിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം എടുത്ത് പ്രബോധിപ്പിച്ച് നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. ഈ ആദ്യവിശ്വാസം എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസമുണ്ട്. വിശ്വാസ പ്രമാണമായി യൂദയുടെ അധ്യായത്തിലെ 3-ാം വാക്യം, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടതാണ്. അത് മുറുകെ പിടിച്ചുകൊള്ളണം. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ 1 തിമോഥെയോസ് 6-ൽ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് 2 ഭാഗത്ത് പറയുന്നുണ്ട്. മുറുകെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ്. ഞാനിത് പല പ്രാവശ്യം ഉരുവിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് പതിവായിട്ട് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിയാനിടയായിത്തീരും. അങ്ങനെ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ആഴത്തിൽ ഗ്രഹിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഞങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചതാ. പക്ഷെ ഞങ്ങളുടെ ഗുരു പക്കയായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ കള്ളപ്രവന്മാരും കാശുണ്ടാക്കാനും മറ്റുള്ളവനെ കമത്തിയടിക്കാനും നടക്കുന്നവരല്ല. എന്നാൽ ഇന്ന് ഏറിയ പങ്കും അതാ. ആളെക്കുട്ടി കാശുണ്ടാക്കുക, എന്നിട്ട് വചനം പറയുന്നവനെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ആ നിലയിൽ നമ്മളത് കണ്ടാൽ മതി. അടുത്ത്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പിന്നെയും പറയുന്നു ഹൃദയത്തെ കഠിനമാക്കരുത്. എബ്രായർ 3:8 പറയുന്നു, എബ്രായർ 3:15 ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. അതെങ്ങനെ പറയുന്നത്? മത്സരത്തിൽ എന്ന പോലെ. ഇസ്രായേൽ മക്കളുടെ മത്സര സ്വഭാവം പെന്തക്കോസ്തുകാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ഉള്ളൂ. മത്സരം, വാശി പിടിക്കുക. മത്സരം ആവിചാരം പോലെയും ലക്ഷണവിദ്യ പോലെയാണെന്നും പഴയ നിമിത്തം പറയുന്നുണ്ട്. ക്ഷുദ്രപ്രയോഗം പോലെ ഈ മത്സര സ്വഭാവം. പ്രസിഡന്റ് ആകാൻ മത്സരം, സെക്രട്ടറി ആകാൻ മത്സരം, ഖജാൻജി ആകാൻ മത്സരം, കൗൺസിലിൽ മത്സരം, കോട കൊടുത്ത് മത്സരം, പണം കൊടുത്ത് മത്സരത്തിൽ പങ്കെടുക്കുക. പ്രസിഡന്റ് ആകാൻ മത്സരം, സെക്രട്ടറി ആകാൻ മത്സരം, ഖജാൻജി ആകാൻ മത്സരം. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. വരണ്ട ദേശം നരകമാണ്. ധനവാന് വെള്ളം കിട്ടിയില്ല, വരണ്ട് കിടക്കുകയല്ലേ അവിടെ. വരണ്ട് കിടക്കുകയാണ് അവിടെ. തീയും ഒക്കെ ഉള്ളൂ. ഉഷ്ണക്കാറ്റും തീയും എന്തൊക്കെ ഉഷ്ണക്കാറ്റും കൂരിയിട്ടും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരും ആ ഗതികെട്ട അവസ്ഥയിലേക്ക് പോകരുത്. ഇന്നെന്ന് പറയുന്നിടത്തിൽ ആരാണ് കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ. ഒരു പറയാം, മോശ മുഖാന്തരം പുറപ്പെട്ട എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? 40 ആണ്ട് നടത്തി 40 ആണ്ടും ജനത്തിനോട് നീരസം തന്നെ തോന്നി ദൈവത്തിന്. പക്ഷെ ഒരു പ്രത്യേകത,
ഈ 40 ആണ്ട് കുടിക്കാൻ വെള്ളവും തിന്നാൻ ഇറച്ചിയും മഞ്ഞയും കാടയും പിന്നെ ഇട്ട ഡ്രസ്സ് ജീർണിച്ചു പോകാതെയും ചെരുപ്പ് തേഞ്ഞു പോകാതെയും വെളിച്ചം നല്ല ഒന്നാന്തരം വെളിച്ചം കൊടുത്തു. ഊരുറ്റി കിടക്കുന്ന എത്രയോ ദേശങ്ങളുണ്ട്. തീത്തൂണ് പോലെ ദൈവം വെളിച്ചം കൊടുത്തു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നല്ല ഒന്നാന്തരം മേഘം കൊണ്ട് ആ ചൂടിനെ മറച്ച് AC പോലെ ആക്കി കൊടുത്തു. പണ്ടൊരു വാസു പ്രസംഗിച്ചു, മരുഭൂമിയിൽ AC അവരെ നടത്തിയത്. ഒരു അലങ്കാര പദപ്രയോഗമാണ്. ഇട്ട ചെരുപ്പ് തേഞ്ഞു പോയില്ല, ഉടുപ്പ് ചീർണിച്ചു പോയില്ല. നമ്മളൊക്കെ എത്ര ഉടുപ്പിട്ട് 40 വർഷം കൊണ്ട് എത്ര ഉടുപ്പിട്ടു? കണക്ക് വല്ലതും ഉണ്ടോ? കാശ് കണക്കൂട്ടിയ ലക്ഷങ്ങൾ വരൂലേ? ഇതൊന്നും അവർക്കില്ലായിരുന്നു. അത്ര അത്ഭുതകരമായിട്ടാണ് ആ ഇസ്രായേൽ ജനത്തെ നടത്തിയത്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നേരിൽ കണ്ട ജനം നശിച്ച് നാമാവിശേഷമായി പോയെങ്കിൽ വിശ്വാസത്താൽ മുമ്പോട്ട് പോകുന്ന പെന്തോക്കോ സമൂഹമേ, ഈ പ്രമാണത്തെ മുറുകെ പിടിച്ച് ഒന്നും കണ്ടിട്ടല്ല വിശ്വാസ ജീവിതം, വിശ്വാസ കാൽച്ചുവടിൽ എത്രയെന്ന് പണ്ടൊരു ഭക്തൻ പാടിയതുപോലെ വിശ്വാസത്താലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒന്നും നമ്മുടെ മുൻപിൽ കാണാനില്ല. കാണാനുണ്ട്, ഊതിയിടുന്നതും ഉന്തിയിടുന്നതും കുരപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഛർദ്ദിപ്പിക്കുന്നതൊക്കെ കാണാനുണ്ട്. അതുകൊണ്ടൊരു വിശേഷവും ഇല്ല, ഒരു വിശേഷവും ഇല്ല. നശിച്ചു പോകത്തേ ഉള്ളൂ. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ അടർന്നു മാറി അപ്പോസ്തലന്മാർ വരുന്ന ഉപദേശങ്ങൾ വായിച്ച് പഠിച്ചനുസരിച്ച് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എങ്ങും പോണ്ട. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ചാകുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൊടുക്ക്. നീ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ കർത്താവ് മുൻപ് കുറച്ചേറ്റു, യാതൊരു സംശയമില്ല. അങ്ങനെ നീ പ്രമാണം അനുസരിച്ച് ജീവനോട് ഇരുന്നാൽ നിനക്ക് രൂപാന്തരം കിട്ടും. എല്ലാവരും ഉപയോഗിക്കുന്ന സഭ. എൻ്റെ ഒരു പാസ് പറഞ്ഞു, സഭച്ചാൽ ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും? എന്താ കുഴപ്പമെന്താ? നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ? കുടിച്ചിരുന്ന കാര്യമോ പുള്ളി പറയണേ. കല്യാണം നടത്താൻ നല്ലത്? നമുക്ക് നല്ല മനസാക്ഷി ഉള്ളൊരു പാസ്റ്ററെ കൊണ്ട് കല്യാണം നടത്താൻ എന്തോ കുഴപ്പം? അവരുടെ പേര് ചെയ്തോണം, പിന്നെ അങ്ങോട്ട് ചെയ്ത് കയറണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ മോളെ കല്യാണം നടത്തണം, കല്യാണം നടത്തേക്ക്, അതിനുള്ള റേറ്റും കൊടുത്തേക്കുക. റേറ്റ് കൊടുത്ത് ആരാ നടത്താത്തത്? എടാ, കുഞ്ഞാടൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഈ ലോകത്തിൻ്റെ കല്യാണത്തിന് എന്ത് വില? ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ ചെയ്തോ. ആഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലത് പോലീസ് പറയുന്നുണ്ട്. വിവാഹം കഴിക്കാതെ ഭക്തനായിട്ട് സ്വർഗത്ത് പോകുന്ന ആരും ചിന്തിക്കുകയും വേണ്ട, അത് നടക്കില്ല. കാരണം ശുശ്രൂഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം പ്രമാണം. അത് തെറ്റിച്ചാൽ എനിക്കറിയാം, ദൈവത്തോട് കണക്ക് പറഞ്ഞു. അല്ലാന്താ, ഞാൻ ആരെയും കുറ്റം പറയാനില്ല, ഞാൻ ആരെയും വിധിക്കാനുമില്ല. വചനവിരുദ്ധമായി നമ്മൾ ജീവിച്ചാൽ നമ്മൾ നശിച്ചു പോകും, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണും. വിശ്വാസം രണ്ടുണ്ട്. അവനവനുള്ള വിശ്വാസമുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്. ഇത് മനസ്സിലായിക്കോണം. സുവിശേഷം രണ്ടുണ്ട്. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്നുള്ള സുവിശേഷം മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ ഭൂമിയുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. 2-ാം സുവിശേഷത്തിൻ്റെ ഭാഗം, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്നവൻ ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ച് അന്ത്യകാല രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു. അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, സ്വത്രം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ രക്ഷാപൂർത്തി പ്രാപിക്കുക. 11-ാം അധ്യായത്തിൽ അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തപൂർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുക. അപ്പൊ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കും. രക്ഷാപൂർത്തി, രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തി പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തി പ്രാപിക്കാൻ ഓടിക്കൊണ്ടിരിക്കണം. ഓട്ട ജീവിതമാണ്. പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷാപൂർത്തിയിലേക്ക് വരുന്നത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരാരും അവർക്ക് കൊടുത്ത വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചില്ല. നമ്മൾ ആത്മീയ കനാനായ സ്വർഗത്തിലേക്ക്, ആ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ പ്രമാണം അനുസരിക്കാതെ പട്ടുപോയതുപോലെ നമുക്കും പട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയാം, അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം
ഈ വചനങ്ങളിലൂടെ കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കാനോ ആരെയും ദുഃഖിപ്പിക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാതെ വചനം പറയുന്നവനെ അത് ഡിലീറ്റ് ചെയ്ത് കളാതെ പ്രസംഗിക്കരുതെന്ന് പറയുന്നതൊക്കെ ദൈവത്തിൽ കുറ്റകരമാണെന്ന് ഞാൻ വിശ്വസിക്കുക. നമുക്ക് ആർക്കും അങ്ങനെ ഉള്ള അവസ്ഥ വരരുത്. ദുരുപദേശങ്ങൾ പറയുന്ന എത്ര പേരുണ്ട്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിന്ദിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുക്രിസ്തുവിൻ്റെ ഉപദേശം വിറ്റ് തിന്നുന്ന എത്ര പേരുണ്ട്? സുവിശേഷം വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട്? ദുരുപദേശം പറയുന്ന എത്ര പേരുണ്ട്? അവരെയൊക്കെ നമുക്ക് പോയി കണ്ടുമുട്ടി അവരോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് പറയാം, സഹോദര, ഇത് വചനവിരുദ്ധമാണ്. അവർ കേൾക്കില്ലായിരിക്കാം. അവർ കേട്ടാലും കേട്ടില്ലേലും നീ അവരോട് പറയുക. അതുകൊണ്ട് ഈ വചനങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനം എന്തുകൊണ്ടും അത് അനുഗ്രഹമായി നന്മയായി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭായോഗമായ ഭവനാന്തരീക്ഷത്തിൽ എബ്രായലേഖനം 3-ാം അധ്യായം പഠിക്കാനിടയായി, ധ്യാനിക്കാനിടയായി. ഒരു ചെറിയ അളവിൽ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ പഠിച്ചതും ധ്യാനിച്ചതുമായ കാര്യങ്ങൾ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരും. വാട്സപ്പ്, ടെലിഗ്രാം, യൂട്യൂബിലുള്ള എല്ലാവർക്കും നന്മയും അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണം. ആരും വചനം കേട്ടിറങ്ങി പോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് ഇടയാക്കി തീർക്കണം. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. സർവ്വമഹത്വവും പിതാവിനും യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കന്നോട് കേൾക്കണം നല്ല പിതാവ്. കർത്താവിടെ പ്രാർത്ഥനയായിട്ടായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിക്കുന്നവരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരവരെ ഇവരെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, 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 ആമേൻ.